ഒരു സാധാരണ ഡ്രസ്സിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധ മേക്കപ്പും ഇല്ലാതെ തലമുടി പോലും ഒന്ന് ചീകാതെ ശരിക്കും ചുളുങ്ങിയ ഒരു ഓർഡിനറി ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ആ SB കോളേജ് ചങ്ങനാശ്ശേരിയിലെ പ്രഭാഷണം നടത്തിയതായിട്ട് യൂട്യൂബിൽ കണ്ടത്. പണ്ട് അദ്ദേഹം ഒരു വരി പറഞ്ഞിട്ടുള്ള ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. കൊച്ചിൻ ഹനീഫ മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹനീഫ ചേട്ടാ ധൈര്യമായിട്ട് പൊക്കോ, ഞങ്ങൾ പുറകിലുണ്ട്. ആ പറഞ്ഞ വരിക്ക് എന്തൊരു വലിയ അർത്ഥമാണുള്ളതല്ലേ. ധൈര്യമായിട്ട് പൊക്കോ, ഞങ്ങൾ പുറകിലുണ്ട് എന്നുവെച്ചാൽ മരണത്തിൻ്റെ പുറകിൽ ലിസ്റ്റിൽ നമ്മളൊക്കെ ഉണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് സുഖമില്ലാതെയായപ്പോൾ, സലീം എന്ന് പറയുന്ന സിനിമാ നടൻ പറഞ്ഞത് സുഖമില്ലാതെയായപ്പോൾ അദ്ദേഹത്തിന് ICUവിൽ കയറ്റി. അപ്പം അദ്ദേഹം തന്നെ പറയുന്നു, ICUവിൽ കയറ്റത്തക്ക വിധത്തിലുള്ള അസുഖമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം സുഹൃത്തുക്കൾ പറഞ്ഞു, ഒന്നും സംഭവിക്കരുത്, നല്ല കെയർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ICUവിൽ കയറ്റിയത്. അദ്ദേഹം പറയുകയാണ്, ICUവിൽ എൻ്റെ കുടുംബാംഗങ്ങൾ, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ ആരും എൻ്റെ അടുത്തില്ല. കുറേ പ്രത്യേക രീതിയിൽ ഡ്രസ്സ് ചെയ്ത നേഴ്സുമാർ മാത്രം. അവർക്ക് വേണ്ടി ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. അവരെന്നെ ശുശ്രൂഷിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരുന്നു. ഡോക്ടർമാരും നേഴ്സുമാരും മാത്രമുള്ള ഒരു ലോകം. കുറേയധികം ക്യാബിനുകളിൽ ICUവിൽ കുറേ രോഗികളുണ്ട്. കുറേ പേര് മരിക്കുന്നു. ICUവിൽ നിന്ന് മരിച്ച് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് ഞാൻ കാണുകയാണ്. എൻ്റെ തൊട്ട് വലത് സൈഡിലുള്ള ഒരാളും ഏതാണ്ട് പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് ശ്വാസം എടുത്തപ്പോഴത്തേക്കും നേഴ്സ് പറയുന്നുണ്ട്, ഇനി 10-15 മിനിറ്റിനകം അദ്ദേഹവും മരിക്കുമെന്ന്. ഇപ്പൊ സലീം പറയാണ്, കയ്യെത്താവുന്ന ദൂരത്താണ് മരണം ഇരിക്കുന്നത് എന്ന് ഞാൻ കാണുന്നു. എൻ്റെ ഹൃദയത്തിനെ വേദനിപ്പിച്ചൊരു സംഭവം. അല്പം മദ്യപിക്കുന്ന ഒരു യുവാവ്, ആ യുവാവും ICUവിലുണ്ട്. ഏതാണ്ട് മരിക്കും എന്നുള്ള അവസ്ഥയായി. നഴ്സുമാർ പറഞ്ഞു, ഇയാളും ഏതാണ്ട് 3/4 മണിക്കൂർ കൊണ്ട് മരിക്കും, ഏതാണ്ട് 90% മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആ രോഗിയുടെ അമ്മ അടുത്ത് വന്ന് ഡോക്ടറോട് തൊഴുതുകൊണ്ട് ചോദിക്കുകയാണ്, വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയാൽ എൻ്റെ മകൻ രക്ഷപ്പെടുമോ? വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയാൽ എൻ്റെ മകൻ രക്ഷപ്പെടുമോ എന്ന് തൊഴുകയോടെ ഡോക്ടറോട് ചോദിക്കുകയാണ്. അത് ഈ സലീം എന്ന് പറയുന്ന സിനിമാ നടൻ കണ്ടുകൊണ്ട് പറയാണ്, എൻ്റെ ശരീരം വിറങ്ങലിച്ചു. അദ്ദേഹം ICUവിലെ അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ കണ്ട മാതിരി, കാണുന്ന മാതിരിയാണ് സലീം വിവരിച്ചത്. എന്നിട്ട് അദ്ദേഹം SB കോളേജിലെ വിദ്യാർത്ഥികളോട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ ജന്മം നശിപ്പിക്കരുത്. നിങ്ങൾക്ക് ദൈവം തന്ന നല്ലൊരു ജന്മം, നല്ലൊരു ശരീരം, നല്ലൊരു ആരോഗ്യം. പെൺകുട്ടികളെ, ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നു, നിങ്ങളുടെ ജന്മം നശിപ്പിക്കല്ലേ, നിങ്ങളുടെ ജീവിതം നശിപ്പിക്കല്ലേ. അദ്ദേഹത്തിൻ്റെ ആ വരികൾ കേട്ടപ്പോഴത്തേക്കും ശരിക്ക് ഹൃദയം തന്നെ ഇടിവെട്ടുന്ന മാതിരി ഒരു ശബ്ദമാണ്. സാധാരണ രീതിയിൽ, സാധാരണ മുഖഭാവത്തിൽ, കാഷ്വൽ സംസാരം. ഒരു സിനിമാ നടന്റെ 0.1% പോലുമുള്ള ജാടയില്ലാതെ. നമ്മുടെ സിനിമാ നടൻ ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ രീതികളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ച് അറിയാം. ആ പരിമിതികളോടുകൂടിയുള്ള കഥാപാത്രത്തെയാണ് ശ്രീനിവാസൻ അഭിനയിച്ച് കാണിക്കാറുള്ളത്. സലീമും അതേപോലെയാണ്. അദ്ദേഹത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമെന്നാണ് എൻ്റെ തോന്നല്. അതിനകത്ത് ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ, പ്രവൃത്തികളിലെ, മുഖഭാവത്തിലെ, ഡ്രസ്സിൽ ഉണ്ടായിരുന്നൂ ഇല്ല. SB കോളേജിൽ ആ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവം. എൻ്റെ ബന്ധുക്കളുണ്ട് ഒരു മുറിക്ക് പുറത്ത്. പക്ഷെ അകത്തുള്ളവരാരെയും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരെന്നെ ചികിത്സിക്കുന്നു എൻ്റെ രോഗം മാറാൻ വേണ്ടി. അതൊരു ബിസിനസ് ആവട്ടെ, ത്യാഗമാവട്ടെ, അവർക്ക് കിട്ടുന്ന ശമ്പളത്തെയും അല്ലെങ്കിൽ പൈസയെയും കുറിച്ച് ആലോചിച്ചിട്ടല്ല എന്നെ അവർ ചികിത്സിക്കുന്നത്. ഇതൊക്കെ ആ വരികളൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഭാര്യയോ മക്കളോ എല്ലാം പുറത്തുണ്ട്. അതൊക്കെ പുറത്തുള്ള ബന്ധമാണ്, പുറത്താണ് ഇരിക്കുന്നത്. അകത്ത് അടുത്താരും ഇല്ല. അടുത്തുള്ളത് എനിക്ക് പരിചയമില്ലാത്തവർ മാത്രം. ഇങ്ങനെയുള്ള വസ്തുതകളൊക്കെ നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ അർത്ഥവ്യാപ്തികളൊക്കെ മനസ്സിലാവാം. നമുക്കും പോകണം തിരിച്ച്. ആ പോകുന്നതിനിടയ്ക്കുള്ള അനുഭവങ്ങളെ ചിലരിങ്ങനെയൊക്കെ വിവരിക്കുമ്പോൾ ഒറിജിനൽ വാക്കിൽ, ഒറിജിനൽ ഫേഷ്യൽ എക്സ്പ്രഷനിൽ ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ വിവരിക്കുമ്പോൾ അത് ഹൃദയസ്പർശിയാകുന്നു.